നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. SFIയുടെ പ്രതിഷേധത്തിന് ശേഷം ഗവർണറുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉന്നതതലത്തിൽ പുരോഗമിക്കുകയാണ്. പോലീസ് ഒരു നിർദ്ദേശം രാജ്ഭവൻ നൽകി. ആ ഒരു നിർദ്ദേശം രാജ്ഭവൻ തള്ളിയിരിക്കുകയാണ്. അതായത് ഗവർണർക്ക് പഴുതടച്ച സുരക്ഷയൊരുക്കാൻ യാത്രാപാതയിലുടനീളം ബാരിക്കേഡ് വെച്ച് ജനങ്ങളെ തടയണമെന്നാണ് പോലീസ് നിർദ്ദേശിച്ചത്. എന്നാൽ ജനങ്ങളെ വലയ്ക്കുന്ന ക്രമീകരണങ്ങൾ വേണ്ട എന്ന് രാജ്ഭവൻ അറിയിച്ചിരിക്കുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു രാജ്ഭവനെ അറിയിച്ച മറ്റ് നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്: പാതയ്ക്ക് ഇരുവശത്തും പാർക്കിംഗ് നിരോധിക്കണം. കയറും ട്രാഫിക്കും കോണുകളും ഉപയോഗിച്ച് പാതയിലേക്ക് മറ്റു വാഹനങ്ങൾ ഇറങ്ങുന്നത് തടയണം. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് പോലീസ് രാജ്ഭവന് മുന്നിലേക്ക് വെച്ചത്. എന്നാൽ ബാരിക്കേഡ് വെച്ച് ജനങ്ങളെ തടയുന്നത് തന്നെ അപമാനിക്കലാവുമെന്നാണ് ഗവർണറുടെ കാഴ്ചപ്പാട്. ഇന്ന് രാജ്ഭവൻ ഉദ്യോഗസ്ഥരുമായി പോലീസ് ഉന്നതർ ചർച്ച നടത്തുവാനിരിക്കുകയാണ് ഈ വിഷയത്തിൽ. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെ യോഗത്തിൽ ഗവർണറുടെ ADC അടക്കം സുരക്ഷാ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ഗവർണറുടെ ഒരു അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷമായിരിക്കുമെന്ന് കമ്മീഷണർ പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാലയിലെ പരിപാടികൾക്ക് ശേഷം 18-ാം തീയതിയാണ് ഗവർണർ തലസ്ഥാനത്ത് എത്തുക. അതേസമയം ഗവർണർക്ക് സുരക്ഷ കൂട്ടാൻ പോലീസ് തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നിർദ്ദേശപ്രകാരമാണ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിമാർക്ക് ADGP നിർദ്ദേശം നൽകി. SFI പ്രതിഷേധം കണക്കിലെടുത്താണ് സുരക്ഷ കൂട്ടുക എന്നൊരു തീരുമാനത്തിലേക്ക് അധികാര തലത്തിൽ നിന്നും നീങ്ങിയത്. ഗവർണർക്കെതിരായ SFI പ്രതിഷേധ കേസിൽ പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ച കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. SFI പ്രതിഷേധം നടന്ന രാത്രിയിൽ ഗവർണർ പോയത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനെന്ന കാര്യം പോലീസോ പ്രോസിക്യൂഷനോ അറിയിച്ചില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയായിരുന്നു കോടതിയുടെ ഈ നിരീക്ഷണം. ഗവർണറുടെ ഔദ്യോഗിക കൃത്യനിർവഹണം പ്രതികൾ തടസ്സപ്പെടുത്തിയെങ്കിൽ IPC 124-ാം വകുപ്പ് നിലനിൽക്കുമെന്ന് കഴിഞ്ഞ ദിവസം കോടതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഗവർണർ പോയത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിലോ കസ്റ്റഡി അപേക്ഷയിലോ പോലീസും പ്രോസിക്യൂഷനും രേഖപ്പെടുത്തിയില്ല. എന്നാൽ ഗവർണർ 24 മണിക്കൂറും ഔദ്യോഗിക കൃത്യനിർവഹണത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. ഒപ്പം പ്രോസിക്യൂഷൻ സമർപ്പിച്ച പെൻഡ്രൈവിലെ ദൃശ്യങ്ങൾ കൂടി കോടതി മുഖവിലേക്കെടുത്തു. പെൻഡ്രൈവിലെ CCTV ദൃശ്യങ്ങൾ കണ്ട കോടതി പോലീസ് തടഞ്ഞിരുന്നില്ലെങ്കിൽ ഗവർണർ ആക്രമിക്കപ്പെടാമായിരുന്നു എന്ന നിരീക്ഷണം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനാൽ മുൻകാലങ്ങളിൽ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരല്ല പ്രതികളെങ്കിൽ പോലും 124-ാം വകുപ്പ് നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കി. രാഷ്ട്രപതി, ഗവർണർ എന്നിവരെ ആക്രമിക്കൽ അല്ലെങ്കിൽ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നിവയുണ്ടായാൽ ഈ വകുപ്പ് ചുമത്താമെന്ന നിരീക്ഷണവും കോടതി നടത്തി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.